നെഹ്റു കുടുംബത്തിന് ഏറെ പ്രിയങ്കരമായിരുന്നു ഈ കോവളം തീരം. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിക്ക്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം കുടുംബവുമായി ഒഴിവുകാലം ചെലവിടാൻ എത്തിയിരുന്ന ഇടമാണ് ഈ കോവളം. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം ആ ഇന്ത്യൻ ചരിത്ര കാലഘട്ടം രാജീവ് ഗാന്ധിയുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായി. പക്ഷേ 1991 മെയ് 21 ആ ജീവിതം അവസാനിച്ചു. തമിഴ് ഭീകരവാദത്തിൻ്റെ, ശ്രീലങ്കയിലെ LTTE തീവ്രവാദത്തിൻ്റെ ഇരയായി അദ്ദേഹം ശ്രീപെരുമ്പത്തൂരിൽ ഒരു മനുഷ്യ ബോംബിനാൽ കൊല്ലപ്പെട്ടു. 90കളുടെ തുടക്കം ഈ വിസ്ഫോടനകരമായ സംഭവത്തോടെയായിരുന്നു. മെയ് 21 2 ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചണ്ഡമായ പ്രചാരണത്തിലായിരുന്നു രാജീവ് ഗാന്ധി. ആന്ധ്രയിലെയും ഒഡീഷയിലെയും തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം അദ്ദേഹം ആകെ ക്ഷീണിതനായിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് ചെന്നൈയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി 36 കിലോമീറ്റർ അകലെ ശ്രീപെരുമ്പത്തൂർ മണ്ഡലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ മരകതം ചന്ദ്രശേഖറിന് വേണ്ടിയുള്ള പ്രചാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ പരിപാടി. ശ്രീപെരുമ്പത്തൂരിലെ ക്ഷേത്ര മൈതാനിയിൽ ഒരുങ്ങിയ വേദിയിലേക്കുള്ള ചുവന്ന പരവതാനിയിലൂടെ സുസ്മേരവദനായി നടന്നു വന്ന രാജീവിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളുമൊക്കെ അടങ്ങിയ വമ്പിച്ച ജനക്കൂട്ടം തിക്കും തിരക്കും കൂട്ടി. അരമണിയിക്കാൻ കാത്തുനിന്ന ജനക്കൂട്ടത്തിൽ ചുരിദാർ ധരിച്ച 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ കൈകളിലെ ഹാരം കണ്ട് തല കുനിച്ചു കൊടുത്ത രാജീവിനെ അവർ മാല അണിയിച്ച ശേഷം കാൽ തൊട്ടു വന്ദിക്കാനെന്നോണം കുമ്പിട്ടു. സെക്കൻഡുകൾക്കകം ഒരു വലിയ വിസ്ഫോടനം. പെൺകുട്ടികൾ സ്വന്തം ശരീരത്തിൽ കെട്ടിവെച്ചിരുന്ന ബോംബുകൾ പൊട്ടിത്തെറിച്ചു. രാജീവ് അടക്കം 14 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ കലാപം അമർച്ച ചെയ്യാൻ താൻ അധികാരത്തിൽ വന്നാൽ വീണ്ടും ഇന്ത്യൻ സൈന്യത്തെ അയക്കുമെന്ന് പറഞ്ഞതിനുള്ള ശിക്ഷയായിരുന്നു LTTE ആസൂത്രണം ചെയ്ത ആ കൊലപാതകം. ബോഫോഴ്സ് തുടങ്ങിയ കടുത്ത അഴിമതി കേസുകൾ, കോൺഗ്രസിലെ പിളർപ്പ്, ശക്തമായ പ്രതിപക്ഷം, മണ്ഡൽ വിരുദ്ധ കലാപം, അയോധ്യ പ്രസ്ഥാനത്തിന്റെ ആരംഭത്തോടെ ഹിന്ദു തീവ്രവാദത്തിന്റെ വളർച്ച എന്നിങ്ങനെ കലുഷിതമായ കാലത്തായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. രാജീവ് വധത്തെ തുടർന്ന് ജൂണിലേക്ക് നീട്ടിവെച്ച തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച സഹതാപ തരംഗത്തിന്റെ പിന്തുണയോടെ കോൺഗ്രസ് 244 സീറ്റുമായി 1-ാം സ്ഥാനത്ത് വന്നു. BJPക്ക് 120 സീറ്റ്, ജനതാദളിന് 64, CPMന് 35, CPIക്ക് 14 സീറ്റ് ലഭിച്ചു. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരുന്ന 70-കാരനായ കോൺഗ്രസ് നേതാവ് PV നരസിംഹറാവു അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ചരിത്രത്തെ മാറ്റിയെഴുതിയ 5 വർഷത്തിനാകും രാഷ്ട്രീയത്തിൽ എന്നും പിൻബെഞ്ചുകാരനായിരുന്ന നരസിംഹറാവു അധ്യക്ഷം വഹിക്കുക എന്ന് അന്ന് ആരും ഓർത്തില്ല. രാജീവ് ഗാന്ധിയുടെ ദാരുണമായ കൊലപാതകം സൃഷ്ടിച്ച സഹതാപ തരംഗമായിരുന്നു UDF 1991 അധികാരത്തിലേറാൻ മുഖ്യ കാരണം. വീണ്ടും അധികാരത്തിൽ വരാമെന്ന LDFിൻ്റെ പ്രതീക്ഷ തകർന്നു. കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി. പക്ഷേ അതിനകം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് പരമാവധി മൂർച്ഛിച്ചിരുന്നു. വയലാർ രവിയെപ്പോലെയുള്ള പഴയ ആന്റണി പക്ഷക്കാർ മറുകണ്ഠം ചാടിയിരുന്നു. 1991 KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ AK ആന്റണിക്കെതിരെ വയലാർ രവിയെ നിർത്തി വിജയിപ്പിച്ചുകൊണ്ട് കരുണാകരൻ ഒരു വലിയ അട്ടിമറി സൃഷ്ടിച്ചു. തുടർന്ന് ഇരുപക്ഷങ്ങളും തമ്മിലുള്ള രൂക്ഷമായ സ്പർദ്ധയ്ക്കാണ് ആ കാലഘട്ടം വഴിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തൂത്തുവാരി 92 സീറ്റ്, LDFന് വെറും 48. BJP വോട്ടിൻ്റെ പങ്ക് 5.53% വർദ്ധിച്ചു. കോൺഗ്രസിന് 57 സീറ്റ്, CPMന് 28. അതിനകം MV രാഘവന്റെ CMP UDFിൽ അംഗമായിരുന്നു. LDFിലെ പുതുമുഖമായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. ലോക്സഭയിലേക്കുള്ള കേരളത്തിന്റെ 20 സീറ്റിൽ 16 എണ്ണവും UDFിന് ലഭിച്ചു. K കരുണാകരൻ 4ാമതും മുഖ്യമന്ത്രി. പക്ഷേ കോൺഗ്രസിലെ IA ഗ്രൂപ്പ് യുദ്ധത്തിന്റെ മൂർധന്യത്തിലായിരുന്നു ആ കാലം. വയലാർ രവിയെ പോലെയുള്ള ആന്റണി പക്ഷക്കാർ കരുണാകര പക്ഷത്തേക്ക് നീങ്ങിയിരുന്നു.
1991 ആദ്യം KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ വയലാർ രവിയെ നിർത്തി കരുണാകരൻ AK ആന്റണിയെ പരാജയപ്പെടുത്തിയതായിരുന്നു ഗ്രൂപ്പ് യുദ്ധം ആളിക്കത്തിച്ച സംഭവം. പക്ഷേ രാജീവ് സഹതാപ തരംഗത്തിനിടയിൽ ഇതൊന്നും പ്രശ്നമായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദങ്ങൾക്കിടയിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് യുദ്ധം വഷളായി. മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പ് മുതൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടലായി. അതുകൊണ്ട് 3 തവണയായിട്ടാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നത്. 82-87 കാലത്ത് സ്പീക്കറായിരുന്ന തന്നെ വട്ടം ചുറ്റിച്ച VM സുധീരനെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ലെന്ന് കരുണാകരൻ വാശി പിടിച്ചു. ആന്റണി പക്ഷത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതിവേഗ യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി കരുണാകരന്റെ ഔദ്യോഗിക വാഹനം 1992 ജൂണിൽ കഴക്കൂട്ടത്തിനടുത്ത് അർദ്ധരാത്രി ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ കരുണാകരനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. പക്ഷേ കരുണാകരന്റെ അസാന്നിധ്യത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു. അതിലേറ്റവും പ്രധാനമായിരുന്നു കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തരായ 3 യുവ നേതാക്കൾ ഉയർത്തിയ കലാപം. ലീഡറുടെ മാനസപുത്രരായിരുന്ന G കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, MI ഷാനവാസ് എന്നിവരായിരുന്നു I ഗ്രൂപ്പിലെ തിരുത്തൽവാദികളെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തത്. കരുണാകരന്റെ അഭാവത്തിൽ മകൻ മുരളീധരൻ ഭരണം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഇവരുടെ കലാപം. അതിനിടെ ദേശീയ രാഷ്ട്രീയം കലങ്ങിമറിയുകയായിരുന്നു. 1992 അയോധ്യയിൽ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര നടത്തിയെത്തിയ ഹിന്ദുത്വ ശക്തികൾ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും തീരാക്കളങ്കം ചാർത്തി. തുടർന്ന് നടന്ന വർഗീയ സംഘർഷങ്ങളിൽ 2000 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഹിന്ദു തീവ്രവാദത്തിന് ബദലായി ഇസ്ലാമിക തീവ്രവാദം രാജ്യത്താകെ ഭീതി വിതയ്ക്കാൻ ആരംഭിച്ചു. ഇന്ത്യയെ അടിമുടി മാറ്റിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നരസിംഹറാവു തുടക്കം കുറിച്ചത് അക്കാലത്താണ്. ധനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു അവയുടെ കാര്യകർത്താവ്. ഇന്ത്യ നെഹ്റുവിയൻ സോഷ്യലിസത്തോട് വിട പറഞ്ഞ് സമ്പൂർണ്ണ മുതലാളിത്തത്തിലേക്ക് കാലെടുത്തു കുത്താൻ ആരംഭിച്ചു. ബാബറി മസ്ജിദ് ധ്വംസനം ഇന്ത്യയിൽ പലയിടങ്ങളിലും സംഘർഷങ്ങൾക്ക് വഴിവരുന്നിട്ടപ്പോൾ കേരളത്തെ അത് വലുതായൊന്നും ബാധിച്ചില്ല. കേരളത്തിലെ മുഖ്യ മുസ്ലിം കക്ഷിയായ മുസ്ലിം ലീഗ് കൈക്കൊണ്ട ആത്മസംയമനം ആയിരുന്നു അതിന് പ്രധാന കാരണം. മറ്റു മുസ്ലിം സംഘടനകൾ അയോധ്യയിലെ ദുരന്തത്തിന് കോൺഗ്രസിനെ പഴിച്ചപ്പോഴും കേരളത്തിൽ ലീഗ് കോൺഗ്രസിനോട് പരമാവധി ഒട്ടിനിന്നു. ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് മാത്രം പ്രതിഷേധ കൊടിയുയർത്തി. അദ്ദേഹം ലീഗ് വിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന സംഘടന രൂപീകരിച്ച് ഇടതുപക്ഷത്തേക്കടുത്തു. അതിനിടയിൽ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആന്റണി പക്ഷം നേതൃമാറ്റം എന്ന വാദമുന്നയിച്ചു. പാമൊലിൻ ഇറക്കുമതി കേസ് പൊട്ടിപ്പുറപ്പെട്ടു. പാമൊലിൻ കേസിൽ കേരളത്തിന് 6.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് CAG ചൂണ്ടിക്കാട്ടി. കരുണാകരനായിരുന്നു മുഖ്യപ്രതിസ്ഥാനത്ത്. ആന്റണി പക്ഷം അതും കരുണാകരനെതിരെ ആയുധമാക്കി. പാമൊലിൻ കേസിൽ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയ നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ ആന്റണി കോൺഗ്രസിന്റെ MM ഹസൻ തന്നെയായിരുന്നു. ആ ഇടയ്ക്ക് ഒഴിവ് വന്ന 2 രാജ്യസഭാ സീറ്റിൽ 1 മുഖ്യമന്ത്രി കരുണാകരൻ ലീഗിന് നൽകിയത് മറ്റൊരു പൊട്ടിത്തെറി സൃഷ്ടിച്ചു. ഏത് കുട്ടിക്കും അറിയില്ലേ സ്ഥാനമാനം കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാനില്ല. പ്രശ്നമുണ്ടായാൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. അറിയോ വല്ലതുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു. രോഷാകുലനായ ധനമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. നേതൃത്വ മാറ്റം കൊണ്ട് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നത്തെ പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കരുണാകരൻ അത് അവഗണിച്ചു. കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആന്റണി പക്ഷക്കാരായ 20 MLA-മാർ ഹൈക്കമാൻഡിന് നിവേദനം നൽകി. മുഖ്യമന്ത്രി കരുണാകരനെതിരെ കോൺഗ്രസ് പാർട്ടിയിലും മന്ത്രിസഭയിലും മുന്നണിയിലും വലിയ കലാപം വളരുന്നതിനിടയിലായിരുന്നു ISRO ചാരക്കേസ് കോളിളക്കം സൃഷ്ടിച്ചത്. ISROയിൽ നിന്ന് ബഹിരാകാശ ഗവേഷണ രഹസ്യങ്ങൾ ചാരപ്രവർത്തനത്തിലൂടെ പുറത്തേക്ക് കടത്തുന്നു എന്നായിരുന്നു ആരോപണം. ഈ ചാരക്കേസിൻ്റെ അലയൊലികൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പ്രതിഫലിച്ചു. കരുണാകരനെതിരെ ഈ ആയുധം ശക്തമായി പ്രയോഗിച്ചത് കോൺഗ്രസിലെ പക്ഷക്കാരായിരുന്നു. കരുണാകരനെതിരെ യുദ്ധം കാര്യമായി വിജയിക്കാതെ നീണ്ടപ്പോൾ ആന്റണി പക്ഷത്തിന് ഒരു വലിയ ആയുധം വീണ് കിട്ടി. ISRO ചാരക്കേസ്. അതിൽ ആരോപണ വിധേയനായ IG രമൺ ശ്രീവാസ്തവയെ രക്ഷിക്കുന്നെന്ന് കരുണാകരനെതിരെ ആരോപണമുയർന്നു. കരുണാകരൻ രാജിവെച്ചേ തീരൂ എന്ന് ആന്റണി പക്ഷം ആവശ്യപ്പെട്ടു. ക്രമേണ മുസ്ലിം ലീഗും KM മാണിയും ഉൾപ്പെടെ ഘടകകക്ഷികളും ആന്റണി പക്ഷത്തിനൊപ്പം വന്നു.
പ്രധാനമന്ത്രി നരസിംഹറാവു തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന കരുണാകരനെ കൈവിട്ടു. അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പദമൊഴിയാൻ AICC അധ്യക്ഷനും കൂടിയായിരുന്ന റാവു ആവശ്യപ്പെട്ടു. 1995 മാർച്ച് 16 കരുണാകരൻ രോഷാകുലനായി രാജി സമർപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് പറയാനിടയായിട്ടുള്ളത്? 9:30 മണിക്ക് ഞാൻ ഗവർണറെ കാണും. എനിക്ക് പത്രക്കാരോടല്ല പറയാനുള്ളത്. എന്നെ ഞാനാക്കിയ കോൺഗ്രസിനെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു, 9:30 മണിക്ക് ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. KPCC തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം നിരാശനായി ദില്ലിയിലേക്ക് തട്ടകം മാറ്റിയ AK ആന്റണി അതിനകം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു. പക്ഷെ തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പഞ്ചസാര കുംഭകോണ കേസ് വന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെച്ചില്ല. എൻ്റെ മനസാക്ഷിയുടെ പ്രകടനമനുസരിച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനമാണ്. ഇനിയും ഭാവി കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി സാവകാശം കൊണ്ട് ആലോചിച്ച് തീരുമാനിക്കണം. അതിനെത്തിയാണ് തീരുമാനിക്കുന്നത്. എത്ര സമയം പിടിക്കും ഇത്? ഒരു കൃത്യമായി ഇത്ര ദിവസം ഇത്ര മിനിറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത്ര തിരക്കിൽ എനിക്ക് കുറച്ച് സാവകാശം തീരുമാനം. രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും രാജി പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് നിങ്ങളും പറഞ്ഞിരിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ രാജിവെച്ചു. എന്നാൽ കരുണാകരൻ ഒഴിഞ്ഞപ്പോൾ നാവികസേനയുടെ പ്രത്യേക വിമാനമായ രാജഹംസത്തിൽ തിരുവനന്തപുരത്ത് പറന്നിറങ്ങി ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉപവിഷ്ടനായി. 2 പതിറ്റാണ്ട് മുമ്പ് രാജൻ കേസിനെ തുടർന്ന് കരുണാകരൻ രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഉപവിഷ്ടനായ അതേ രംഗത്തിന്റെ ആവർത്തനം. 1 വർഷം മാത്രമേ ആന്റണിക്ക് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഭവ ബഹുലമായിരുന്നു ആ കാലവും. ഇടമലയാർ കേസിൽപ്പെട്ട് R ബാലകൃഷ്ണപിള്ള മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ശിവഗിരിയിൽ 2 വിഭാഗം സന്യാസിമാർ തമ്മിൽ നടന്ന സംഘർഷങ്ങൾ ഒതുക്കാൻ ആന്റണി പോലീസിനെ അയച്ചതും ഒട്ടേറെ സ്വാമിമാർക്ക് പരിക്കേറ്റതും വലിയ വിവാദമായി. ഇവിടുന്ന് വലിച്ച് താഴെ ഇട്ട് ചവിട്ടി എടുത്തോണ്ട് പോയത്. 5ാമത്തെ ദിവസം മദ്യനിരോധന നിലപാട് ഉയർത്തിപ്പിടിച്ച് ആന്റണി ചാരായം നിരോധിച്ചതായിരുന്നു മറ്റൊരു വലിയ നടപടി. അദ്ദേഹത്തിൻ്റെ നിര്യാണമായിരുന്നു 996 മുതലുള്ള കാലത്തെ പ്രധാന സംഭവം. ആധുനിക കേരള ശില്പികളിൽ പ്രമുഖനായ EMSനെ പോലെ മലയാളി എങ്ങനെ ചിന്തിക്കണം എന്നതിനെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ചരിത്രം നിർമ്മിക്കുന്നത് ഏതാനും വ്യക്തികളായ നേതാക്കന്മാരല്ല. വ്യക്തികളായ നേതാക്കന്മാർ പങ്ക് തീർച്ചയായിട്ടുമുണ്ട്. വ്യക്തികളായ നേതാക്കന്മാരായി വന്നത് അവർ ഈ രാജ്യത്തെ ജനങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. സാമൂഹ്യ നവീകരണ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, സാംസ്കാരിക മുന്നേറ്റം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നിങ്ങനെ കേരളത്തിൻ്റെ നവോത്ഥാന ഘട്ടങ്ങളിലൊക്കെ നായകസ്ഥാനത്ത് നിലകൊണ്ട EMS 89 വർഷത്തെ സമ്പൂർണ്ണ ജീവിതത്തിന് ശേഷമായിരുന്നു 998 മാർച്ച് 19 കാലയവനികയ്ക്ക് പിന്നിലേക്ക് മടങ്ങി. ദേശീയ രാഷ്ട്രീയം മൗലികമായി മാറിയ കാലമായിരുന്നു 996 മുതൽ 2001 വരെയുള്ള വർഷങ്ങൾ. ജനിച്ച കാലം മുതൽ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രാന്തങ്ങളിൽ കഴിഞ്ഞിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഇരിപ്പുറപ്പിക്കുന്നത് ആ കാലത്താണ്. ഏതാനും സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന പ്രാദേശിക സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിക്കുന്നതും അന്നാണ്. ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവുമധികം രാഷ്ട്രീയ സ്വാധീനം ദേശീയ തലത്തിൽ ഉറപ്പിക്കുന്നതും ആ കാലത്ത് തന്നെ, ആ കാലത്ത് മാത്രം. BJPയുടെ നേതൃത്വത്തിലുള്ള 2ാം കേന്ദ്ര സർക്കാർ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരമേറുന്ന അതേ ദിവസമായിരുന്നു EMSന്റെ നിര്യാണമെന്നത് ചരിത്രത്തിലെ കൗതുകകരമായ യാദൃശ്ചികത. കേരള രാഷ്ട്രീയം EMSന് ശേഷം പല രീതിയിൽ മാറിമറിഞ്ഞു.
രൂക്ഷമായ ആഭ്യന്തര ഭിന്നതകളും അഴിമതി ആരോപണങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിന് ശേഷം ആന്റണി അധികാരത്തിലിരുന്ന ഒരു വർഷത്തിൽ കൊണ്ടുവന്ന ചാരായ നിരോധനമായിരുന്നു 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യ തുറുപ്പുചീട്ട്. പക്ഷേ ചാരായ നിരോധനം കൊണ്ട് മാത്രം അതിനു മുമ്പുള്ള 3 വർഷക്കാലത്തെ ജനം മറന്നില്ല. മന്ന സമാധി അനാദരവ് അവഹേളിച്ചതും വർക്കല ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലത്ത് അവഹേളിച്ചതുമെല്ലാം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷന് ശേഷമാണ്. ഈ മുന്നണി പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായതും അതിനുശേഷമാണ്. അങ്ങനെ ഇരിക്കെ ഈ UDFന്റെ ഗതി ഇനിയും അവര് മുന്നോട്ട് പോകുമെന്ന് ആന്റണി കൂടെ പറയുന്നുണ്ട്. ഞാൻ ജയിക്കും, ഞാൻ തന്നെ മുഖ്യമന്ത്രി, ഇങ്ങനെ പറയാം. ഏപ്രിൽ 27 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF തോറ്റു. LDFന് 80 സീറ്റ്, UDFന് 59. LDF ജയിച്ചിട്ടും മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ അട്ടിമറിക്കപ്പെട്ടതായിരുന്നു ഏറ്റവും വലിയ വാർത്ത. CPMൽ രൂക്ഷമായി തീർന്ന ഗ്രൂപ്പിസത്തിന്റെ ഫലമായിരുന്നു അത്. CITU വിഭാഗമായിരുന്നു ഈ അട്ടിമറിയുടെ പിന്നിൽ. പരാജയം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കും. അടുത്ത മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന യോഗത്തിൽ എന്തായിരിക്കും തീരുമാനം ഉണ്ടാവുക? പ്രസവിക്കാൻ പോകുന്ന കുട്ടിയുടെ ജാതകത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത് തന്നെ ഔചിത്യമില്ലായ്മയാണ്. അതുകൊണ്ട് അതിപ്പോൾ പറയേണ്ട കാര്യമല്ല, തീരുമാനിക്കും. പാർട്ടിയും LDFും അത് സംബന്ധിച്ച് ആവശ്യമായ തീരുമാനം എടുക്കും. നമ്മുടെ വോട്ട് കുറഞ്ഞത് കൊണ്ട് അച്യുതാനന്ദൻ പരാജയപ്പെട്ടു, കരുണാകരന്റെ വോട്ട് കുറഞ്ഞുകൊണ്ട് നമ്മൾ ജയിച്ചു. അങ്ങനെയാണുള്ള സ്ഥിതി. അത് നാച്ചുറലല്ലേ? അതെനിക്ക് പറയാമെങ്കിൽ അത് പരിശോധിക്കണം. അത് കരുണാകരൻ പറഞ്ഞ പോലെ അച്യുതാനന്ദൻ പറഞ്ഞിട്ടില്ല. എന്നെ മുമ്പിൽ നിന്നും കുത്തി, പിന്നിൽ നിന്നും കുത്തി. ഇതാ കരുണാകരൻ പറഞ്ഞത്. സ്വന്തം തട്ടകമായ മാരാരക്കുളത്തേറ്റ ഈ ചതിയിൽ സ്തബ്ധനായിപ്പോയി VS. പക്ഷേ അധികം വൈകാതെ അദ്ദേഹം സടകുടഞ്ഞെഴുന്നേറ്റു. അമ്പരപ്പിക്കുന്ന ഒരു മറുതന്ത്രത്തിലൂടെ അദ്ദേഹം തിരിച്ചടിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഔദ്യോഗിക പക്ഷം ഉറപ്പിച്ച സുശീല ഗോപാലിനെതിരെ പാർട്ടി കമ്മിറ്റിയിൽ VS അന്നുവരെ തന്റെ എതിർപക്ഷക്കാരനായിരുന്ന EK നായനാരെ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പിൽ നായനാർ മത്സരിച്ചു പോലുമില്ലായിരുന്നു. പക്ഷേ നായനാരെ നന്നായി അറിയാമായിരുന്ന VSന്റെ പൂഴിക്കടകൻ ഫലിച്ചു. നായനാർ സസന്തോഷം സമ്മതിച്ചു. പാർട്ടി കമ്മിറ്റിയിൽ സുശീലയേക്കാൾ വോട്ട് ലഭിച്ച നായനാർ മുഖ്യമന്ത്രിയായി. ആന്റണി സർക്കാരിൽ മന്ത്രിയായ KR ഗൗരിയമ്മ UDF സ്ഥാനാർത്ഥിയായി ജയിച്ചതും UDFന്റെ MV രാഘവൻ ആറന്മുളയിൽ കവി കടമ്മനിട്ട രാമകൃഷ്ണനോട് തോറ്റതുമായിരുന്നു ശ്രദ്ധേയമായ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മന്ത്രിമാരുടെ എണ്ണം 14 കുറച്ച മന്ത്രിസഭയിൽ പിണറായി വിജയനായിരുന്നു വൈദ്യുതി മന്ത്രി. തൊണ്ണൂറ്റിയാറ് മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം അന്നുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അരികുകളിൽ കഴിഞ്ഞിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഭാരതീയ ജനസംഘത്തിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയും വളർന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മധ്യത്തിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ പ്രത്യയശാസ്ത്രപരവും മൂല്യപരവുമായ ഒരു യുഗപ്പകർച്ചയെ കുറിക്കുന്നു ഈ മാറ്റം. 80കളുടെ അവസാനം മുതൽ വളർന്നു വന്ന അയോധ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുതിരപ്പുറത്തേറിയാണ് BJP ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയിലെത്തിയത്. 1996 മുതൽ 99 വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയം അന്നുവരെ കാണാത്ത ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ദീർഘകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അരികുകളിൽ കഴിഞ്ഞിരുന്ന BJPയുടെ അധികാരത്തിലേക്കുള്ള വലിയ വരവായിരുന്നു അതിൽ മുഖ്യം. പക്ഷേ ഈ 3 വർഷം BJPയുടെ അധികാര കസേരയിലെ ശൈശവകാലമായിരുന്നതിനാൽ കാലുറച്ചിരുന്നില്ല. 2 തവണ BJP നയിച്ച സർക്കാരുകൾ അധികാരത്തിൽ ഹ്രസ്വായുസുകളായി ഒടുങ്ങി. അടൽ ബിഹാരി വാജ്പേയി നയിച്ച ഈ 2 സർക്കാരുകളിൽ ആദ്യത്തേത് 13 ദിവസം കൊണ്ട് അധപ്പതിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അഭൂതപൂർവമായ സ്വാധീനവും ഈ കാലത്തിൻ്റെ സവിശേഷതയായി. 1980കളുടെ അവസാനം മുതൽ കോൺഗ്രസിനും BJPക്കും ബദലായി VP സിംഗിന്റെയും മറ്റും നേതൃത്വത്തിൽ ഉയർന്ന മൂന്നാം മുന്നണി രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷിയായിരുന്നു ഇടതുപക്ഷം. Appreciating the spirit of the appeal, the Central Committee gave it serious consideration. The Central Committee, while maintaining its earlier decision, assured all the parties concerned and the people that the CPIM will make its full contribution to all efforts to keep the BJP out of power.
CPM സർക്കാരിൽ ചേർന്നില്ലെങ്കിലും CPI സർക്കാരിൽ മന്ത്രിമാരായി. ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായി. ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയും ചതുരാനന്ദ് മിശ്ര കൃഷിമന്ത്രിയുമായി. 96-ലെ നായനാർ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം ജനകീയാസൂത്രണമായിരുന്നു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെയും താഴെ തലത്തിൽ എത്തുന്ന ജനാധിപത്യത്തിൻ്റെയും ഏറ്റവും മികച്ച മാതൃകയായി അത് ലോകമാകെ ശ്രദ്ധിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെയും താഴേക്കിടയിലുള്ള ജനാധിപത്യത്തിൻ്റെയും ഏറ്റവും ശ്രദ്ധേയമായ മാതൃകയായി അത് അംഗീകരിക്കപ്പെട്ടു. കേരള വികസനം സംബന്ധിച്ച ആഗോള പഠന കോൺഗ്രസിൽ ഉദിച്ച ഈ ആശയത്തിൻ്റെ പ്രചോദകൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഐക്യകേരളത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ധീരദേശാഭിമാനികളെ നാം ആദരവോടെ സ്മരിക്കുന്നു. പക്ഷേ അതിൻ്റെ മുഖ്യ കാര്യകർത്താവ് ആസൂത്രണ ബോർഡംഗമായ ഡോക്ടർ തോമസ് ഐസക്. ജനകീയ ആസൂത്രണത്തിൻ്റെ ശോഭയ്ക്കൊക്കെ കളങ്കമേൽപ്പിക്കുന്ന വിധമായിരുന്നു CPM-നുള്ളിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് യുദ്ധം. നീണ്ട നാളത്തെ പരാജയങ്ങൾക്ക് ശേഷം VS സംഘടനയ്ക്കുള്ളിൽ ശക്തി സമാഹരിച്ചത് ഇക്കാലത്താണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള യുവനിരയുടെ പിന്തുണയായിരുന്നു VS-ന്റെ ശക്തിക്ക് പിന്നിൽ. 1998 ജനുവരിയിൽ പാലക്കാട് നടന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനം VS-ന്റെ സംഹാര ശക്തിക്ക് സാക്ഷ്യം വഹിച്ചു. EMS-ന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ 10 പേർ VS പക്ഷത്തു നിന്ന് മത്സരിച്ചു. അതിൽ 8 പേർ ജയിച്ചപ്പോൾ നേതൃത്വം സ്തംഭിച്ചുപോയി. പരാജയപ്പെട്ടവരിൽ CITU പക്ഷത്തെ അധികായർ, CITU ദേശീയ പ്രസിഡന്റ് E. ബാലാനന്ദൻ, സംസ്ഥാന സെക്രട്ടറി KN രവീന്ദ്രനാഥ്, LDF കൺവീനർ MM ലോറൻസ് തുടങ്ങിയവരെല്ലാം പരാജയപ്പെട്ടു. സംഘടന അച്ചടക്കമൊക്കെ മറന്ന രോഷാകുലനായ ബാലാനന്ദൻ പരസ്യമായി തന്നെ പ്രതിഷേധിച്ചു. ലോറൻസ് LDF കൺവീനർ പദമൊഴിഞ്ഞു. മാരാരിക്കുളത്തെ അട്ടിമറിക്ക് പ്രതികാരമൂർത്തിയാവുകയായിരുന്നു എതിരാളികളെ ഒന്നൊന്നായി വെട്ടിനിരത്തിയ VS. തുടർന്നുള്ള കാലത്ത് പാർട്ടിയെ പിടിച്ചുലച്ച വിഭാഗീയതയുടെ മുടിയഴിച്ചാട്ടത്തിന് തുടക്കം കുറിച്ച പാലക്കാടൻ യുദ്ധം അത്രയ്ക്ക് വേണമായിരുന്നുവോ എന്ന് VS പക്ഷത്തെ പലരും പോലും പിന്നീട് സ്വയം ആലോചിച്ചു. നിഷ്പക്ഷനായിരുന്ന ചടയൻ ഗോവിന്ദനാണ് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ആ സെപ്റ്റംബറിൽ അർബുദത്തെ തുടർന്ന് ചടയൻ നിര്യാതനായി. തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് സെക്രട്ടറിയായത് പിണറായി വിജയൻ. അതിനുശേഷം CPM-നുള്ളിൽ ഒരു റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് സംഭവബഹുലമായ 17 വർഷക്കാലം പിണറായി ഈ സ്ഥാനത്ത് തുടർന്നു. 21-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ കേരള രാഷ്ട്രീയം 5 വർഷം കൂടുമ്പോൾ ഉള്ള കഥ ആവർത്തിച്ചു. അധികാരത്തിൻ്റെ പെൻഡുലം ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷത്തേക്ക് നീങ്ങി. പക്ഷെ കഥ ആവർത്തനമായിരുന്നെങ്കിലും കഥാപാത്രങ്ങൾ മാറാൻ ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമര കാലം മുതൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന മുതിർന്ന തലമുറ ക്രമേണയായി അരങ്ങൊഴിഞ്ഞു തുടങ്ങി. രണ്ടാം തലമുറ രാഷ്ട്രീയത്തിൻ്റെ അരങ്ങിൻ്റെ മധ്യത്തിലേക്ക് വന്നു. ആ കഥ അടുത്ത ലക്കം.